ഗുഡ് മോർണിംഗ്. നമ്മൾ കൺസ്ട്രക്ഷൻ ടെക്നോളജിയുടെ സെക്കൻഡ് മൊഡ്യൂളായിരുന്നു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് ആയിരുന്നു മൊഡ്യൂള്. നമ്മൾ ഷെഡ്യൂളിങ്ങിൻ്റെ പല മെത്തേഡ്സ് ആയിരുന്നു ഫസ്റ്റ് ഡിസ്കസ് ചെയ്തത്. ബാർ ചാർട്ട്, മൈൽ സ്റ്റോൺ ചാർട്ട് ആൻഡ് നെറ്റ്വർക്ക് അനാലിസിസ്. 3 മെത്തേഡ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അത് നെറ്റ്വർക്ക് അനാലിസിസ് ആയിരുന്നു നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടത്. അതിൽ തന്നെ 2 മെത്തേഡ്സ്, നെറ്റ്വർക്ക് അനാലിസിസിൻ്റെ 2 മെത്തേഡ്സ് പഠിക്കാനുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ നെറ്റ്വർക്ക് അനാലിസിസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. എന്തായിരുന്നു? നമ്മുടെ ഒരു വർക്കിനെ ഓരോ ആക്ടിവിറ്റീസായിട്ട്, അതിനകത്തുള്ള ഓരോ ചെറിയ ചെറിയ വർക്കുകളെയും ഓരോ ആക്ടിവിറ്റീസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഉള്ള ഒരു വർക്കിനെ ഓരോ ആക്ടിവിറ്റി ആയിട്ട് ഫസ്റ്റ് ഡിവൈഡ് ചെയ്യും. അതിനുശേഷം ഓരോ ആക്ടിവിറ്റിക്കും, അതിൽ ഓരോ ചെറിയ വർക്കിനും വേണ്ട റിസോഴ്സസ്, വേണ്ട ടൈം, കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യും. അങ്ങനെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെറ്റ്വർക്ക് യൂസ് ചെയ്ത് കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ ബാർ ചാർട്ട്, മൈൽ സ്റ്റോൺ ചാർട്ടൊക്കെ പറഞ്ഞു അല്ലേ. ബാർ ചാർട്ടിൽ എക്സ് ആക്സിസിൽ ടൈം ഡ്യൂറേഷനും വൈ ആക്സിസിൽ ഓരോ ആക്ടിവിറ്റിയൊക്കെ വരച്ച ഫിഗേഴ്സൊക്കെ ഈ PPT നിങ്ങളുടെ കയ്യിലുണ്ട്, അതിൻ്റെ ആദ്യത്തെ സ്ലൈഡുകളിലുണ്ട്. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നോക്കുക. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് ആയിരുന്നു. അതിൻ്റെ പ്രോബ്ലം ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ആക്ടിവിറ്റി എന്താ, ഇവൻ്റ് എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ആക്ടിവിറ്റി എന്ന് പറയുന്നത്? അതിനകത്തെ ഒരു വർക്ക് എടുത്താൽ അതിനെ നമ്മൾ സബ് ഡിവൈഡ് ചെയ്ത് ഓരോരോ ചെറിയ ചെറിയ വർക്കുകളായിട്ട്. അപ്പോൾ അതിൽ ആ ഓരോരോ ചെറിയ വർക്കിനാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുക. അല്ലെങ്കിൽ റിസോഴ്സ് യൂസ് ചെയ്ത്, ടൈം ആൻഡ് റിസോഴ്സ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു പോർഷൻ ഓഫ് ദ പ്രൊജക്റ്റാണ് നമ്മൾ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവൻ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? സ്റ്റാർട്ടിങ് ഓർ എൻഡിങ് ഓഫ് ദിസ് ആക്ടിവിറ്റിയാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ കണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ നെറ്റ്വർക്ക് വരയ്ക്കാൻ പഠിച്ചു. അപ്പോൾ ആക്ടിവിറ്റി, ഇവൻ്റ് എന്താ? ദ കമൻസ്മെൻറ്റ് ഓർ കംപ്ലീഷൻ ഓഫ് ആൻ ആക്ടിവിറ്റി ഇസ് ടേംഡ് ആസ് ഇവൻ്റ്. അപ്പോൾ അതെന്താ? അത് സ്റ്റാർട്ടിങ് പോയിന്റ്, സ്റ്റാർട്ടിങ് ഓഫ് ദിസ് വർക്ക് അല്ലെങ്കിൽ എൻഡിങ് ഓഫ് ദിസ് വർക്ക്. അപ്പോൾ അതിന് ടൈമും റിസോഴ്സും ഒന്നുമില്ല. ആ ഒരു പോയിന്റ് ഓഫ് ടൈമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിന് ടൈമും റിസോഴ്സും ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ആക്ടിവിറ്റി ഇവൻറ്റും തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ ഡിഫറൻസുകൾ പറഞ്ഞായിരുന്നു. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈം കൺസ്യൂമിങ് പാർട്ടാണ്. ഇവൻ്റ് എന്ന് പറയുന്നത് ബിഗിനിങ് ഓർ എൻഡ് ഓഫ് എ ജോബാണ്. പിന്നെന്താ? നമ്മൾ നെറ്റ്വർക്കിൽ ഇതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ആക്ടിവിറ്റീസ് ആർ ഡിനോട്ടഡ് ബൈ ആരോസ് ആൻഡ് ഇവൻ്റ് എന്ന് പറയുന്നത് സർക്കിൾ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ആയിട്ട് ആ ഓരോ ആരോസിൻ്റെ ഇടയിൽ അതിൻ്റെ ഒരു കണക്റ്റിംഗ് പോയിന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു നമ്മൾ സർക്കിൾ വെച്ചിട്ട് അതിനകത്ത് നമ്പർ ചെയ്തൊക്കെ കൊടുത്തു. അതാണ് നമ്മൾ ഇവൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പ്ലാനിങ് പറഞ്ഞായിരുന്നു. ഫോർവേഡ് പ്ലാനിങ്, ബാക്ക്വേർഡ് പ്ലാനിങ് ഓർ കമ്പൈൻഡ് പ്ലാനിങ്. നമ്മൾ ഓരോ വർക്കിനെ എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്? കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ എന്താ? നമുക്ക് ഓരോന്നിനും എത്ര സമയം എടുക്കും, ഇത് കഴിഞ്ഞിട്ട് ഏത് വർക്കാണ്, ഇന്ന വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത ഏത് വർക്ക് വരണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ വേണം, ഒരു സീക്വൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിനെങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഒന്ന് പറഞ്ഞതാണ്. എന്താ ഫോർവേഡ് പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ ഒരു വർക്ക് എടുത്ത് തൊട്ടടുത്തത് ഏത് വരണം, അല്ലെങ്കിൽ ഇത് കഴിഞ്ഞാൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കാവുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നടക്കാവുന്നത് എങ്ങനെയാണ്, എല്ലാം ഒന്നിച്ച് പ്ലാൻ ചെയ്യുന്ന ഫോർവേഡ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ബാക്ക്വേർഡ് പ്ലാനിംഗ് ആണെങ്കിലോ നമ്മൾ ലാസ്റ്റുള്ള വർക്ക് എടുത്തിട്ട് അത് നടക്കണമെങ്കിൽ അതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ നടന്നിരിക്കണം, അപ്പോൾ അത് എഴുതും. എന്നിട്ട് ആ എഴുതിയ വർക്കുകൾക്കെല്ലാം നടക്കണമെങ്കിൽ അതിനു മുമ്പ് എന്തൊക്കെ നടന്നാലാണ് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട്, അല്ലെങ്കിൽ ഇതിനു മുന്നേ നടന്നിരിക്കേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അങ്ങനെ പുറകിലേക്ക് പ്ലാൻ ചെയ്തു വരും. കമ്പൈൻഡ് പ്ലാനിങ്ങിൽ നമ്മൾ എന്താ പറയുന്നത്? കോമ്പിനേഷൻ ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് പ്ലാനിങ്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യുന്നത്? ഇതിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റേജ് എടുക്കും, ഒരു ട്രയലായിട്ട്, അല്ലെങ്കിൽ ഒരെണ്ണം കൺസിഡർ ചെയ്തു. അപ്പോൾ അതിന് മുമ്പ് എന്തൊക്കെ നടന്നിരിക്കണം, അത് കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കാം, ഒരെണ്ണത്തിനെ വെച്ച് അതിൻ്റെ പുറകിലേക്കും മുന്നിലേക്കും പ്ലാൻ ചെയ്തു പോവുകയാണ് കമ്പൈൻഡ് പ്ലാനിങ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞിട്ട് നമ്മൾ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാനായിരുന്നു പഠിച്ചത്. നെറ്റ്വർക്ക് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇതേപോലെ ആക്ടിവിറ്റിയും ഇവൻറ്റും റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, നമ്മൾ എടുത്തിരിക്കുന്ന ഒരു വർക്കിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിൽ നോക്കിക്ക് എഴുതി സർക്കിൾ ചെയ്തിട്ടുണ്ട്, അതാണ് ഇവൻറ്റ്സ്. ഓരോ ആരോയുടെ മുകളിൽ ഏന്ന് നെയിം ചെയ്തിട്ടുണ്ട്, അത് ആക്ടിവിറ്റി ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ടൈപ്സ് ഓഫ് ഇവൻറ്റ് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താ ഇവൻ്റ് എന്ന് പറഞ്ഞാൽ? ടെയിൽ ഇവൻ്റ് ഉണ്ട്, ഹെഡ് ഇവൻ്റ് ഉണ്ട്, ഡ്യുവൽ റോൾ ഇവൻ്റ് ഉണ്ട്.
അപ്പോൾ ഇവിടെ തന്നെ അതാ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അങ്ങനെയാകുമ്പോൾ ഈ ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ് ആയത്. സമയം അതിൻ്റെ ആരോ ഹെഡിൻ്റെ അടുത്തുള്ള ഇവന്റ് എന്ന് പറയുന്നത് ഈ ആക്ടിവിറ്റിയുടെ ഹെഡ് ഇവന്റ്, അതായത് അതിലേക്കാണ് ചെന്ന് നിൽക്കുന്നത് ആക്ടിവിറ്റി. അപ്പോൾ അത് ഹെഡ് ഇവന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ളത് ടെയിൽ ഇവന്റ്. അതുപോലെ തന്നെ ഇതാ ഈ ഇവന്റ് ഈ ഒരു ഇനീഷ്യൽ ആക്ടിവിറ്റിയുടെ ഹെഡാണ്, പക്ഷെ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന അടുത്ത ആക്ടിവിറ്റിയുടെ ടെയിൽ ഇവന്റ്. അപ്പോൾ അത് ഒരു ഡ്യുവൽ റോൾ ഇവന്റ് ആണ്. ഫിഗർ വെച്ചൊന്ന് നോക്കാം. സക്സസർ ഇവന്റും പ്രിഡിസസർ ഇവന്റും ആയിരുന്നു അടുത്ത രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത്. സക്സസർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഇവന്റ് കഴിഞ്ഞിന് തൊട്ടടുത്ത് വരുന്ന ഇവന്റാണ് സക്സസർ. പ്രിഡിസസർ എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇവന്റിന്റെ തൊട്ട് മുമ്പ് നടക്കുന്ന ഇവന്റ് അതിന് പ്രിഡിസസറായിട്ട് എടുക്കാം. ഡമ്മി ആക്ടിവിറ്റീസ് നമ്മൾ പറയുന്നു. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. അതിനകത്ത് ടൈം കൺസ്യൂമിങ് പാർട്ട് ഓഫ് എ ജോബാണ് ആക്ടിവിറ്റി. ഇനി ഡമ്മി ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതിനകത്ത് ഒരു വർക്കും ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ ഈ ടൈം കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്ന ഒരു പാർട്ടല്ല ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന വർക്കിനകത്ത് എത്ര ആക്ടിവിറ്റീസ് ഉണ്ടോ അത്രയും തന്നെ ആരോ ലൈൻസ് കാണും. നമ്മൾ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ ഓരോ ആരോ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് ആക്ടിവിറ്റീസും നമ്പർ ഓഫ് ആരോ ലൈൻസും സെയിം ആയിരിക്കും. ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇതിലൊന്നും വരില്ല. നമ്മൾ കൊടുക്കുന്ന എക്സ്ട്രാ ഒരു ലൈനാണ്, നമ്മൾ ഡോട്ടർ ലൈനായിട്ടാണ് കൊടുക്കുക. കാരണം അത് ഡമ്മി ആക്ടിവിറ്റിയാണ്. നമ്മുടെ ആക്ടിവിറ്റിയെ പോലെ തന്നെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡോട്ടർ ലൈനായിട്ട് കാണിക്കുക. ഇതെന്ന് പറയുന്നത് രണ്ട് ഇവന്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് തമ്മിലുള്ള ചില റിലേഷൻഷിപ്പ് നമുക്ക് നെറ്റ്വർക്ക് വരയ്ക്കുന്നതിന് കുറേ റൂൾസ് ഉണ്ട്. അത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ ഒന്നും തമ്മിൽ ഒന്നിനും മുകളിലൂടെ ഒന്ന് കോയിൻസൈഡ് ചെയ്യാൻ പറ്റത്തില്ല, റിവേഴ്സ് ഡയറക്ഷനിൽ പറ്റത്തില്ല, കർവ്ഡ് ലൈൻ വരയ്ക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ റൂൾസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഉള്ള വർക്കിനകത്തെ കുറേ ആക്ടിവിറ്റീസിൻ്റെ ഈ നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കുമ്പം ഇത് തമ്മിലുള്ള കണക്ഷൻ കാണിക്കാൻ, അത് തമ്മിലുള്ള ലോജിക്കൽ റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന റൂള് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻ വരാം, അല്ലെങ്കിൽ ഇത് കാണിക്കാൻ ഇത് ഒന്നിനു മേലെ കൂടെ ഒന്നൊക്കെ പോകേണ്ടി വരാം. അപ്പം അങ്ങനെ നമുക്ക് വരച്ച നെറ്റ്വർക്ക് തെറ്റാണ്, നമുക്ക് അങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. കുറേ റൂൾസ് ഉണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ നെറ്റ്വർക്ക് വരയ്ക്കാൻ. അപ്പം അങ്ങനെയുള്ള ചില റിലേഷൻ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടുന്ന് അങ്ങോട്ടൊരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് കാണിക്കാൻ നമ്മൾ വെറുതെ ഒരു ഡോട്ടർ ലൈൻ വെച്ച് കാണിക്കും. നമ്മൾ നെറ്റ്വർക്ക് വരച്ചപ്പോൾ നമുക്ക് ക്ലിയർ ആയതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇനി വരുന്ന ക്വസ്റ്റിനകത്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് വീണ്ടും പറയാം. അപ്പം അതാണ് ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ആരോ ലൈൻ തന്നെയാണ് വരയ്ക്കുക, ഡോട്ടർ ലൈനാണ് വരയ്ക്കുന്നത്. അതെന്ന് പറയുന്നത് ഇതിനകത്തെ വർക്കുകളൊന്നും, ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കാണ്. അപ്പോൾ ഇത് പക്ഷേ ഡമ്മി ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്കുകളൊന്നുമല്ല, ടൈം കൺസ്യൂമിങ് അല്ല, അതിന് ടൈമോ റിസോഴ്സോ യൂസ് ചെയ്യുന്നില്ല, ഡ്യൂറേഷൻ 0 ഉള്ള ആക്ടിവിറ്റിക്ക് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ഡ്യൂറേഷൻ. ഡമ്മി ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ 0 ആയിരിക്കും. അടുത്തത് ആക്ടിവിറ്റി ക്ലാസിഫിക്കേഷൻ ഓൺ നെറ്റ്വർക്ക് ഉണ്ട്. ആക്ടിവിറ്റി ഓൺ ആരോ ആൻഡ് ആക്ടിവിറ്റി ഓൺ നോഡ്. നമ്മൾ ആക്ടിവിറ്റി ഓൺ ആരോയിലാണ്, ആരോ ലൈനിൽ ആക്ടിവിറ്റി വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. റൂൾസ് ഫോർ ഡ്രോയിങ് എ നെറ്റ്വർക്ക് ഇത് നമ്മൾ കണ്ടതാണ്. PPT കയ്യിലുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് വായിച്ചു നോക്കുക എന്തൊക്കെയായിരുന്നു റൂൾസ് എന്നുള്ളത്. എപ്പോഴും ഒരു ഇനീഷ്യൽ നോഡ് സിംഗിൾ നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, ഒരു സിംഗിൾ നോഡിൽ എൻഡ് ചെയ്യും. അതായത് ഒരു ഇവന്റിൽ സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു ഫൈനൽ ഇവന്റ് ഉണ്ടായിരിക്കും. പിന്നെന്താ, നമ്മളിത് എഴുതിയതാണ്, നോട്ടിലേക്ക് എഴുതിയതാണ് റൂൾസ് എല്ലാം. അതൊന്നും കൂടി വായിച്ചു നോക്കാം. നെറ്റ്വർക്ക് അനാലിസിസിൽ 2 മെത്തേഡ്സ് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു, CPM ആൻഡ് PERT. PERT എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ്. CPM എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. PERTൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്തായിരുന്നു. PERTും CPM തമ്മിൽ കുറച്ച് ഡിഫറൻസുകൾ നമ്മൾ പറഞ്ഞു. PERT എന്ന് പറയുന്നത് എന്താ, നമ്മൾ യൂസ് ചെയ്യുക, നമുക്ക് ഇതേപോലെയുള്ള വർക്കുകൾ അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ഷൻ ഷെഡ്യൂളിംഗിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് ചെയ്യാൻ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു വർക്ക് നമുക്ക് തന്നിരിക്കുന്നത്, ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ആ വർക്ക് എടുത്ത് അതിനെ ഡിവൈഡ് ചെയ്ത് ഓരോ ചെറിയ ആക്ടിവിറ്റീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യണം.
എന്നിട്ട് ഈ ഓരോ ആക്ടിവിറ്റിക്കും എത്ര സമയം എടുക്കും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ് നമ്മൾ സാധാരണയായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക? പ്രീവിയസ് ഏതെങ്കിലും ഒരു വർക്കിൻ്റെ ഡേറ്റ അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുക ഇത്ര ടൈമിൽ ഇത് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ. അപ്പം അങ്ങനെ ഒരു കറക്റ്റായിട്ട് നമുക്ക് ഡേറ്റ അവൈലബിൾ അല്ലാത്ത കണ്ടീഷൻസിലാണ് നമ്മൾ PERT യൂസ് ചെയ്യുക. അപ്പോൾ എന്താ, നമുക്കവിടെ കറക്റ്റ് ടൈം അറിയില്ല. അപ്പോൾ ഒരു ഫോം വർക്ക് ഇടുന്ന തട്ടടിക്കുന്ന ആ ഒരു പ്രോസസ്സ് ആണെങ്കിൽ അതിന് എത്ര ദിവസം വേണം നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം അങ്ങനെയൊന്നും നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്ത വർക്കുകൾക്കാണ് PERT യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ആക്ടിവിറ്റിക്ക് ഒരു ഡ്യൂറേഷൻ ആയിരിക്കില്ല പറയുക, 3 ടൈം വാല്യൂസ് ആയിരിക്കും, ടൈം എസ്റ്റിമേറ്റ്സ് ആയിരിക്കും PERT നമുക്ക് തരിക. അതെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ഏതൊക്കെയായിരുന്നു? ഒപ്റ്റിമിസ്റ്റിക്, മോസ്റ്റ് ലൈക്ലി ആൻഡ് പെസിമിസ്റ്റിക് ടൈം. ഇപ്പോൾ പറയുകയാണ് ഈ എടുക്കുന്ന ഒരു ആക്ടിവിറ്റി തീരാൻ പറ്റുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം, അതായത് എല്ലാ കണ്ടീഷൻസും ഐഡിയൽ ആണെങ്കിൽ ഇത് നടക്കാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ സമയത്ത് ഇത് നടക്കും. അതിനാണ് നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ടൈം എന്ന് പറയാം. അതല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസും വേഴ്സ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ട്, ഇത്രയൊക്കെ ഡിലേ വന്നാലും ഇത് ഇത്ര ടൈമിൽ നടത്താം, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ടൈമാണ് പെസിമിസ്റ്റിക് ടൈം. പക്ഷെ നമുക്ക് എപ്പോഴും അറിയാം നമ്മുടെ കണ്ടീഷൻസ് എല്ലാം എപ്പോഴും ഐഡിയൽ ആയിരിക്കത്തില്ല, പക്ഷെ എല്ലാം എപ്പോഴും ഏറ്റവും മോശം കണ്ടീഷനും അല്ല, ഒരു ആവറേജ് ഇതിലങ്ങ് പോകും. അതാണ് മോസ്റ്റ് ലൈക്ലി ടൈം എന്ന് പറയുന്നത്. TO, TL, TP 3 ടൈം എസ്റ്റിമേറ്റ്, ഒരു ആക്ടിവിറ്റിക്ക് തന്നെ 3 ടൈം എസ്റ്റിമേറ്റ് കാണും PERT-ൽ. പക്ഷെ CPM എന്ന് പറയുന്നത് അങ്ങനെയല്ല. നമ്മളെപ്പോഴും റെഗുലറായിട്ട് കണ്ടുവരുന്ന ടൈപ്പ് വർക്കുകൾക്കാണ് CPM അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് യൂസ് ചെയ്യുക. അതുകൊണ്ട് തന്നെ അതിൽ ഒരൊറ്റ ടൈം എസ്റ്റിമേറ്റേ കാണുള്ളൂ. അതിനകത്ത് എടുക്കുന്ന വർക്കുകളെല്ലാം നമുക്ക് പ്രീവിയസ് ഡേറ്റയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് പറയാം ഇത് ഇത്ര ദിവസം കൊണ്ട് നടക്കാം. അപ്പം PERT-ഉം CPM-ഉം തമ്മിലുള്ള 2 മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത് അതാണ്. ഇതെന്ന് പറഞ്ഞാൽ 3 ടൈം എസ്റ്റിമേറ്റ്സ് ആയിരിക്കും. നമുക്ക് കറക്റ്റായിട്ടൊരു ടൈം എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഇതെപ്പോഴും കണ്ടു തരുന്ന ടൈപ്പ് വർക്കുകളായിരിക്കില്ല. ബാക്കി ഡിഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. CPM-ൻ്റെ എന്ന് പറയുമ്പോൾ ഒരു ഡിറ്റർമിനിസ്റ്റിക് അപ്രോച്ചാണ്, ഒരൊറ്റ ടൈം എസ്റ്റിമേറ്റേ ഉള്ളൂ. PERT എന്ന് പറയുമ്പോൾ പ്രോബബിലിസ്റ്റിക് അപ്രോച്ചാണ്, 3 ടൈം എസ്റ്റിമേറ്റ്സ് ആണ് തരിക. CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്, PERT ഇവന്റ് ഓറിയൻറ്റഡ് ആണ്. PERT-ലെ പ്രോബ്ലം നമ്മൾ ചെയ്തായിരുന്നു. ഓരോരോ ഇവന്റ് എടുത്ത് അതിൻ്റെ ഏറ്റവും എക്സ്പെക്റ്റഡ് ഏർലിയസ്റ്റ് ഒക്കറൻസ് ടൈമും ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ടൈം ക്യാപിറ്റൽ TE ആൻഡ് ക്യാപിറ്റൽ TL ഒക്കെ വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു. അപ്പോൾ PERT-ൽ നമ്മൾ ഇവന്റ് ആണ് കൺസിഡർ ചെയ്യുക. CPM-ൻ്റെ പ്രോബ്ലം നമ്മൾ ചെയ്യാൻ പോകുന്നതുള്ളൂ. അതിൽ നമ്മൾ ആക്ടിവിറ്റിയുടെ ടൈം എസ്റ്റിമേറ്റ് ഡ്യൂറേഷനൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ഈ ഒരു ടേബിൾ പഠിച്ചിരിക്കണം. ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട് റിപ്പറ്റേറ്റീവ് ആയിട്ട് വരുന്ന ടൈപ്പ് വർക്കുകൾക്കാണ് CPM യൂസ് ചെയ്യുക. പക്ഷേ PERT എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഫോർ നോൺ റിപ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് സച്ച് ആസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രൊജക്ട്. പാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും നമ്മുടെ കയ്യിലില്ല, നമ്മൾ പുതിയതായിട്ട് ഒരു ടൈപ്പ് എന്തെങ്കിലും ചെയ്യുന്ന അങ്ങനെയുള്ള വർക്കുകൾക്കാണ് നമുക്ക് ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. നമുക്ക് കറക്റ്റ് ടൈമൊന്നും അല്ലെങ്കിൽ ഇത്ര ഡ്യൂറേഷൻ ഇത്ര റിസോഴ്സ് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഒരു ട്രയൽ, അതുകൊണ്ടാണ് 3 ടൈം എസ്റ്റിമേറ്റ് ഉണ്ടെന്ന് പറയുന്നത്. PERT-ൽ നമുക്ക് 3 ടൈം എസ്റ്റിമേറ്റ് തന്നാൽ അതിൽ നിന്ന് കറക്റ്റ് ഒരു ഡ്യൂറേഷൻ്റെ ഒരു വാല്യൂ വേണം. ഒരു വർക്കിന് ഇത്ര ദിവസം അല്ലെങ്കിൽ ഇത്ര വീക്ക് എന്നൊരു ഡ്യൂറേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ബാക്കി കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിനുവേണ്ടി എക്സ്പെക്റ്റഡ് ടൈം സ്മോൾ TE കണ്ടുപിടിക്കാൻ ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. TO + 4TL + TP/6 നമ്മൾ പ്രോബ്ലത്തിൽ യൂസ് ചെയ്തതാണ് ഈ ഇക്വേഷൻ അല്ലേ. പിന്നെ നമ്മൾ കണ്ടത് PERT യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ. ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറഞ്ഞാൽ അത് ലോങ്ങസ്റ്റ് പാത്താണ്. ക്രിട്ടിക്കൽ ഇവൻറ്റ്സിനെ PERT-ലാകുമ്പോൾ നമ്മൾ പറഞ്ഞു ഇവൻറ്റ് ഓറിയൻറ്റഡാണ്. അപ്പോൾ അത് ക്രിട്ടിക്കൽ ഇവൻറ്റ്സിനെ കണക്ട് ചെയ്ത് വരയ്ക്കുന്ന ലൈനാണ് ക്രിട്ടിക്കൽ പാത്ത്. ഇപ്പം CPM-ലാണെങ്കിൽ അത് ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ക്രിട്ടിക്കൽ പാത്ത് പോവുക. അപ്പം ക്രിട്ടിക്കൽ പാത്തിൽ വരുന്ന ഇവൻറ്റ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല, അത് ക്രിട്ടിക്കലാണ്. അതിനകത്ത് വരുന്ന ഒരു ഡിലേ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് വരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ PERT-ൽ യൂസ് ചെയ്യുന്ന ടൈം സ്ലാക്ക് ആയിരുന്നു. സ്ലാക്ക്, പോസിറ്റീവ് സ്ലാക്ക്, നെഗറ്റീവ് സ്ലാക്ക്, സീറോ സ്ലാക്ക്, അങ്ങനത്തെ പല ടൈംസ് നമ്മൾ കണ്ടു. ഏർലിയർ എക്സ്പെക്റ്റഡ് ടൈമും ലേറ്റസ്റ്റ് അലവബിൾ ഒക്കറൻസ് ടൈമും ഒരു ഇവൻറ്റിൻ്റെ 2 ടൈം വാല്യൂസാണ് നമ്മൾ ഇതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തത്.
എന്താ ഏർലിയർ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് ഏറ്റവും ഏർലിയർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈം. ഇപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഏറ്റവും ഇനീഷ്യൽ ഇവന്റിന്റെ ആണെങ്കിൽ ഏർലിയർ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലേ. തൊട്ടടുത്ത ഇവന്റിന്റെ ഏർലിയർ എക്സ്പെക്റ്റഡ് ടൈം എന്താ, തൊട്ട് മുമ്പുള്ളത് എപ്പോൾ കഴിഞ്ഞു അത് പ്ലസ് അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷൻ. നമ്മൾ ചെയ്ത പ്രോബ്ലം ഒന്ന് എടുത്ത് നോക്കിയാലേ അത് മനസ്സിലാവും. കാരണം ഈ ടൈം വാല്യൂവിനെ പറ്റിയൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, അത് കറക്റ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാവുക. നമ്മൾ പ്രോബ്ലം ചെയ്ത് നോക്കിയതാണ്, അതൊന്നും കൂടി നിങ്ങളൊന്ന് നിങ്ങളുടെ ബുക്കിലുണ്ട്, അതൊന്ന് റെഫർ ചെയ്യണം. അപ്പോൾ അത് വെച്ച് സ്ലാക്ക് വെച്ച് ആണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഇതിൽ കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താ, ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് വെച്ചിട്ട് CPM വെച്ചിട്ടും ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണം. നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞതാണ്. ഇത് എന്താ, യൂസ്ഡ് ഫോർ റിപ്പീറ്റഡ് ടൈപ്പ് ഓഫ് പ്രൊജക്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ, റിസർച്ച് ഡെവലപ്മെന്റ് ടൈപ്പ് പ്രൊജക്റ്റിനൊന്നും ഇത് സ്യൂട്ടബിൾ അല്ല. എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എപ്പോഴും കണ്ടുവരുന്ന വർക്കുകൾ, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ, ബ്രിഡ്ജിന്റെ കൺസ്ട്രക്ഷൻ, ഫാക്ടറി, അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് നമ്മൾ. ഇതാണ് റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോഴും വരാറുള്ള സാധാരണ വർക്കുകൾ. ഇതിനൊക്കെയാണ് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. CPM എന്തിനാണ് യൂസ് ചെയ്യുന്നത്, പ്ലാനിങ്, ഷെഡ്യൂളിങ് ആൻഡ് കൺട്രോളിങ്. പ്ലാനിങ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ എന്തൊക്കെ ലോജിക്കൽ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് നമുക്ക് ആദ്യം തന്നെ ഡിസൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുള്ളത് അറിയണം. അതിൽ എന്താണ് അതിൻ്റെ ഓർഡർ, ഏത് കഴിഞ്ഞിട്ട് ഏത്, അങ്ങനെ ആക്ടിവിറ്റീസിൻ്റെ ഓർഡർ പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്താൽ മാത്രമേ എന്തൊക്കെ റിസോഴ്സസ് വേണം, അത് എപ്പോൾ ഒക്കെ വേണം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെയൊക്കെ അവൈലബിലിറ്റി അതിനനുസരിച്ച് ഉറപ്പാക്കണം. അതിന് ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ CPM അല്ലെങ്കിൽ നെറ്റ്വർക്ക് അനാലിസിസ് തന്നെ യൂസ് ചെയ്യുന്നത്. അതിന് ഷെഡ്യൂളിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പറഞ്ഞു എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെന്നുള്ളതും അല്ലെങ്കിൽ എന്തൊക്കെ റിസോഴ്സ് വേണമെന്നുള്ളത് പ്ലാൻ ചെയ്യണം. അത് ഓരോന്നും എന്താ, ഓരോ ആക്ടിവിറ്റിക്കും എത്ര ടൈം വേണം എന്നുള്ളത് നമുക്ക് ഡിസൈഡ് ചെയ്യണം. അതിനനുസരിച്ചാണ് ഒന്ന് കഴിഞ്ഞിട്ട് ഇന്ന ദിവസം അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിയുമ്പോൾ അടുത്ത് ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിനുള്ള റിസോഴ്സൊക്കെ അപ്പോഴത്തേക്കും കിട്ടണം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ഈ നെറ്റ്വർക്ക് അനാലിസിസ് യൂസ് ചെയ്യുന്നു. പിന്നെന്താ, കൺട്രോളിങ്. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുക, ഇത്ര ഡ്യൂറേഷനിൽ ഈ വർക്ക് കഴിയും, അത് കഴിയുമ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഓരോ ദിവസങ്ങൾ എന്തൊക്കെ നടക്കണം എന്നുള്ളത് നമ്മൾ നെറ്റ്വർക്കിൽ പ്ലാൻ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ആക്ച്വലി വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഷെഡ്യൂളുമായിട്ട് നമുക്ക് വെച്ച് നോക്കുന്നുണ്ട്. ഇത് ഈ ഒപ്പമാണോ പോകുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. അങ്ങനെ ഡിലേ ഉണ്ടെന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഫൈനൽ കംപ്ലീഷൻ ടൈം എന്ന് പറയുന്നത് നമ്മൾ ഈ ഷെഡ്യൂൾ ചെയ്തേക്കാളും ലേറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വർക്ക് ഇനി വരുന്നതിന് ഒന്നെങ്കിൽ ഫാസ്റ്റാക്കി ഓവർ ടൈം അല്ലെങ്കിൽ കൂടുതൽ റിസോഴ്സ് കൊടുത്ത് ഇതുവരെ വന്ന ഒരു എത്ര ഡിലേ ആണോ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് CPMന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പ്ലാനിങ്, ഷെഡ്യൂളിങ് ആൻഡ് കൺട്രോളിങ് എന്ന് പറഞ്ഞത്. ഇത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ CPM എന്ന് പറയുന്നത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ആക്ടിവിറ്റീസിനെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും മോണിറ്റർ ചെയ്യുന്നതും. പിന്നെ ആക്ടിവിറ്റീസ്, അത് ഓപ്പറേഷൻസ് ടേക്ക് ടൈം. നമ്മളതിനകത്തുള്ള ടൈം കൺസ്യൂമിങ് പാർട്ടാണ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റീസിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് ആണ് ജംഗ്ഷൻസ്, ആണ് ഇവൻറ്റ്സ്. പിന്നെ അത് ഡിറ്റർമിനിസ്റ്റിക് ടൈം എസ്റ്റിമേറ്റ് ആണ്. നമ്മൾ പറഞ്ഞ ഒരൊറ്റ ടൈം എസ്റ്റിമേറ്റ് അതിനകത്ത് ഉള്ളൂ. കാരണം അത് പ്രീവിയസ് ഡേറ്റയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് വർക്കുകൾക്കാണ് നമ്മളിത് യൂസ് ചെയ്യുക. ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ടൈം വാല്യൂസ് ഉണ്ട്, കുറച്ച് ടേംസ് ഉണ്ട്. അത് ഒന്ന് ഏർലിയസ്റ്റ് ഇവൻറ്റ് ടൈം. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ അല്ലെങ്കിൽ പേർട്ടിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു ഇവന്റ് ഏറ്റവും ഏർലിയർ ആയിട്ട് എപ്പോൾ ഒക്കർ ചെയ്യാൻ പറ്റും അതെന്ന് പറഞ്ഞാൽ എപ്പോഴും ഫസ്റ്റ് ഇവന്റിന്റെ ഏറ്റവും ആദ്യത്തെ ഇവന്റ് ഏറ്റവും ഏർലിയർ ആയിട്ട് ഒക്കർ ചെയ്യുന്ന പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് 0-ലായിരിക്കും. രണ്ടാമത്തെ ഇവന്റ് ഏറ്റവും ഏർലിയർ ആയിട്ട് എപ്പോൾ നടക്കണം, രണ്ടാമത്തെ ഇവന്റ് നടക്കണമെങ്കിൽ ഫസ്റ്റ് അതിലേക്ക് വരുന്ന ആക്ടിവിറ്റി തീർന്നിരിക്കണം അല്ലേ. അപ്പോൾ ആദ്യത്തെ ഇവന്റ് ഏറ്റവും ഏർലിയർ ആയിട്ട് 0-ൽ ഒക്കർ ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ഇവന്റ് എപ്പോൾ നടക്കും, 0+ ആ ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് വരെയുള്ള ആ ഒരു ആക്ടിവിറ്റി കഴിയാനുള്ള ഡ്യൂറേഷൻ അത്രയും കൂടെ കഴിഞ്ഞാൽ രണ്ടാമത്തെ ഇവന്റ് നടക്കും. ഏറ്റവും ഏർലിയർ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് അപ്പോഴാണ്. പക്ഷെ അതിനകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിലേ വന്നാൽ അത് ലേറ്റ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഏർലിയസ്റ്റ് എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറയുന്നത് അതാണ്. I ആണ് ആദ്യത്തെ ഇവന്റ്, J ആണ് രണ്ടാമത്തെ ഇവന്റ്. Iന്ന് നിന്ന് Jയിലേക്ക് ഒരു ആരോ വരച്ചു. അങ്ങനെയാണെങ്കിൽ ജെയുടെ
ഏറ്റവും ഏർലിയർ എക്സ്പെക്റ്റഡ് ടൈം എന്ന് പറഞ്ഞാൽ ഐയുടെ ഏർലിയർ എക്സ്പെക്റ്റഡിൽ ഐ അവിടെ ഒക്കർ ചെയ്തു, അവിടുന്ന് ഐ മുതൽ ജെ വരെയുള്ള ഡ്യൂറേഷനും കൂടെ ചേർന്നാലേ ജെയിലെത്തുള്ളൂ. ടി ഐ ജെ എന്ന് പറഞ്ഞാൽ സ്മോൾ ടി ഐ ജെ എന്ന് പറഞ്ഞാൽ ഐ ടു ജെ ആ ഒരു ആക്ടിവിറ്റിയുടെ ഡ്യൂറേഷനാണ് ടി ഐ ജെ എന്ന് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുക. അപ്പോൾ ടി ഇ ഓഫ് ജെ ഈക്വൽ ടു ടി ഓഫ് ഐ പ്ലസ് ടി ഐ ജെ. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ഇവൻറ്റ് ടൈം, നമ്മൾ ലേറ്റസ്റ്റ് അലൗവബിൾ ഒക്കറൻസ് ടൈം പേർട്ടിൽ പറഞ്ഞായിരുന്നു. അതുപോലെ ഒരു ഇവൻറ്റ് ഏറ്റവും ലേറ്റായിട്ട് എപ്പോൾ ഒക്കർ ചെയ്യാം. അപ്പോൾ ഏറ്റവും അവസാനത്തെ ഇവൻറ്റ് നോക്കുക, അതായത് എല്ലാ വർക്കുകളും കൂടി വന്ന് തീരുന്ന ആ ഒരു പോയിന്റ്, അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് അലൗവബിൾ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ. ഇപ്പോൾ ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷൻ 30 ദിവസമാണെങ്കിൽ 30ാമത്തെ ദിവസം ആ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിനിഷിംഗ് ഓഫ് ഓൾ ആക്ടിവിറ്റീസ്, അതാണല്ലോ അവസാനത്തെ ഇവൻറ്റ്. അതെന്ന് പറയുന്നത് 30th ഡേയിൽ നടന്നിരിക്കണം. അപ്പോൾ ഏറ്റവും ലേറ്റായിട്ട് നമുക്ക് അലോ ചെയ്യാൻ പറ്റുന്നത് 30 ദിവസമാണ്. എന്നിട്ട് അവിടെ നമ്മൾ ബാക്ക്വേർഡ് പാസ് വെച്ച് നമ്മൾ പ്രോബ്ലം ചെയ്തായിരുന്നു. ബാക്കിലേക്കാണ് ഡ്യൂറേഷൻ കുറച്ച് പുറകോട്ട് വന്നിട്ടാണ് തൊട്ട് മുമ്പുള്ള ഇവൻറ്റ്സിൻ്റെ ലേറ്റസ്റ്റ് അലോവബിൾ ഒക്കറൻസ് ടൈം കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ പറഞ്ഞ രണ്ടെണ്ണം പേർട്ടിലും നമ്മൾ കണ്ടത് തന്നെയാണ്. ഇനി CPM നമ്മൾ യൂസ് ചെയ്യുന്ന 2-3 ടേംസും കൂടി ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് സ്റ്റാർട്ട് ടൈം, EST. അത് ഏർലി എന്ന് വായിച്ച് നോക്കിയാൽ ഇറ്റ് ഇസ് ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട്. അല്ലേ, ഒരു ആക്ടിവിറ്റിക്ക് ഏറ്റവും ഏർലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയം. ഏറ്റവും ഏർലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഒരു ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2 ഇവൻറ്റിനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു ആക്ടിവിറ്റി നിൽക്കുക. അപ്പോൾ I to J അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അതിനകത്ത് I എന്ന് പറയുന്നത് എന്താ? ആ ഒരു ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഒരു ഇവൻറ്റ്. അപ്പോൾ I to J എന്നുള്ള ആക്ടിവിറ്റി ഏറ്റവും ഏർലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പോഴാണ്? അതിൻ്റെ I എന്ന് പറയുന്ന ഇവൻറ്റ് ഒക്കർ ചെയ്യുമ്പോൾ. I എന്ന് പറഞ്ഞാൽ I to J ആക്ടിവിറ്റിയുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് I ഒക്കർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു എന്നാണ്. അപ്പോൾ ഏറ്റവും ഏർലിയർ ആയിട്ട് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് ഇവൻറ്റ് ഏറ്റവും ഏർലിയർ ആയിട്ട് ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ്? അതാണല്ലോ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത്, ആ ഇവൻറ്റിൻ്റെ TE. അടുത്ത രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം, EFT. ഇറ്റ് ഈസ് ദ ഏർലിയസ്റ്റ് ടൈം ബൈ വിച്ച് ആൻ ആക്ടിവിറ്റി ക്യാൻ ബി കംപ്ലീറ്റഡ്. ഒരു ആക്ടിവിറ്റി ഏറ്റവും ഏർലിയർ ആയിട്ട് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യാം? നമുക്കറിയാം, ഏറ്റവും ഏർലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു, അവിടുന്ന് അതിന് വേണ്ട ഒരു ഡ്യൂറേഷൻ ഉണ്ട്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ 0 സ്റ്റാർട്ട് ചെയ്ത് 5 ആണ് ഡ്യൂറേഷനെങ്കിൽ 0 + 5 അല്ലേ, അത്രയും ഡ്യൂറേഷൻ ഉണ്ടെങ്കിലേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുള്ളൂ. അതാ വർക്കിൻ്റെ ഡ്യൂറേഷനാണ്. അപ്പോൾ ഏറ്റവും ഏർലിയർ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും ഏർലിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അവിടുന്ന് എത്ര ദിവസമാണോ ഡ്യൂറേഷൻ, ആ ഡ്യൂറേഷനും കൂടെ കഴിയുമ്പോൾ അത് തീരും. ഇപ്പോൾ EFT ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞാൽ ആ ഒരു ആക്ടിവിറ്റിയുടെ ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം പ്ലസ് ഡ്യൂറേഷൻ ആയിരിക്കും. രണ്ട് ടേമും കൂടി ഉണ്ട്, ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം ആൻഡ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ലേറ്റസ്റ്റ് സ്റ്റാർട്ട് ടൈം എന്താ? ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് an activity can start without delaying the completion of the project as a whole. നമുക്ക് ഒരു ആക്ടിവിറ്റിയെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഏർലിയർ സ്റ്റാർട്ടിംഗ് ടൈം പറഞ്ഞു, ആ സമയത്തില്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം കൊണ്ട് കുറച്ചും കൂടി നമുക്ക് ലേറ്റ് ആക്കാം. പക്ഷെ അത്രയും ലേറ്റ് ആയാലും അത് മൊത്തത്തിലുള്ള പ്രൊജക്ട് ഡ്യൂറേഷനെ അഫക്റ്റ് ചെയ്യുകയില്ല. ഇപ്പോൾ 5ാമത്തെ ദിവസമായിരുന്നു നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ 5ാമത്തെ ദിവസം അതിന് മുമ്പത്തെ വർക്കുകളെല്ലാം തീരും, ഇത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ 5ൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും മെറ്റീരിയലിൻ്റെ അൺഅവൈലബിലിറ്റിയോ അല്ലെങ്കിൽ ലേബേഴ്സ് ഇല്ലാതെയൊക്കെ വന്നിട്ട് 7ാമത്തെ ദിവസമാണ് തുടങ്ങിയത്. അതായത് 2 ദിവസം ഇതിനെ ഡിലേ ആയി. പക്ഷെ അതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഡ്യൂറേഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വന്നാലാണ്, അല്ലെങ്കിൽ അങ്ങനെ എത്ര ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷനെ എഫക്റ്റ് ചെയ്യാതെ ഇതിനെ എത്ര ലേറ്റ് ആക്കാൻ പറ്റും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയുന്നത്. അടുത്ത ടൈം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ആണ്. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് an activity can be completed without delaying the completion of project. ഇത് അതേപോലെ തന്നെ ഒരു ആക്ടിവിറ്റിയുടെ കംപ്ലീഷനെ എന്തുമാത്രം
ഡിലേ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ആക്ടിവിറ്റി ഈ ഒരു ടൈമിൽ എൻഡ് ചെയ്യണം, ഈ ആക്ടിവിറ്റി ഈ ഒരു ടൈമിൽ എൻഡ് ചെയ്താലും ഇത് ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷനെ അഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ പറഞ്ഞ ഏറ്റവും അവസാനത്തെ ഇവന്റ്, ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആക്ടിവിറ്റി, അതിലേക്ക് എത്തുന്ന ആ ഒരു ആക്ടിവിറ്റി, ഇത് കഴിയുമ്പോൾ ഇതൊന്ന് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു ഇപ്പോൾ കാര്യം എന്താണെന്നുള്ള ആ ഡെഫിനേഷൻ ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ഏതൊരു ആക്ടിവിറ്റിയുടെയും ഏറ്റവും ഫിനിഷിങ് നമുക്ക് എന്തുമാത്രം ഡിലേ ചെയ്യിപ്പിക്കാം, ടോട്ടൽ പ്രൊജക്ട് ഡ്യൂറേഷനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എത്രമാത്രം ഇതിനെ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം. ഇനി ഒരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 4 ടൈം വാല്യൂസും തമ്മിലുള്ള റിലേഷൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ പെർട്ട് യൂസ് ചെയ്തപ്പോൾ പെർട്ട് മെത്തേഡിൽ നമ്മൾ സ്ലാക്ക് എന്നൊരു ടേമായിരുന്നു പറഞ്ഞത് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കാൻ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ് ഫ്ലോട്ട്. ഇതെന്ന് പറയുന്നത് എന്താ ആക്ടിവിറ്റി ടൈംസിനെ വെച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. നമ്മൾ പറഞ്ഞു, കാരണം ഇത് ആക്ടിവിറ്റി ഓറിയന്റഡ് ആണ് CPM. അതുകൊണ്ടാണ് നമ്മളിവിടെ CPMൽ ഉപയോഗിക്കുന്ന ടേം ഫ്ലോട്ടാണ്. അതെന്ന് പറയുന്നത് ആക്ടിവിറ്റി ടൈം വെച്ചാണ് കണ്ടുപിടിക്കുക. 4 ടൈപ്പ് ഫ്ലോട്ട് പറയുന്നുണ്ട്. ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ട്, ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്, ഇന്റർഫെറിംഗ് ഫ്ലോട്ട്. അത് ടോട്ടൽ ഫ്ലോട്ട് വെച്ചാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിക്കുന്നത്. 4ന്റെയും ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കണം. ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത് the time span by which the starting or finishing time of an activity can be delayed without affecting the overall duration of the project. അപ്പോൾ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി എടുക്കുക, അതിൻ്റെ സ്റ്റാർട്ടിങ്ങോ ഫിനിഷിങ്ങോ നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാൻ കുഴപ്പമില്ല, അല്ലെങ്കിൽ എത്രമാത്രം നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാം ഓവറോൾ ഡ്യൂറേഷനെ എഫക്റ്റ് ചെയ്യാതെ. അതാണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ, ചില ആക്ടിവിറ്റി നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും, ചിലത് ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ പ്രൊജക്ട്, അതായത് അവിടെ അത്രയും ഫ്ലെക്സിബിൾ അല്ല. ചില ആക്ടിവിറ്റീസ് ഫ്ലെക്സിബിൾ ആയിരിക്കും. ഇപ്പം 5 ദിവസത്തെ നടക്കേണ്ട കാര്യം 7 ദിവസം എടുത്താലും അത് മൊത്തം ഡ്യൂറേഷൻ എഫക്റ്റ് ചെയ്യില്ല. ബാക്കി പാരലായിട്ട് പല വർക്കുകളൊക്കെ നടന്നുപോയി അതങ്ങോട്ട് തീർന്നോളും. പക്ഷെ വേറെ ചില വർക്കുകളുണ്ട്, എന്താ അത് 5ാമത്തെ ദിവസം കഴിഞ്ഞാലേ തൊട്ടടുത്ത് ബാക്കി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അത് ഡിലേ ആയാൽ അതിനനുസരിച്ച് എല്ലാം ഡിലേ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെങ്ങനെ, ഏതൊക്കെ ആക്ടിവിറ്റീസിനെ എത്ര സമയം നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ടോട്ടൽ ഫ്ലോട്ട് എന്ന് പറയുന്ന മെഷർ. അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഫ്ലോട്ട് 0 ആണ്. ദ ടൈം സ്പാൻ ബൈ വിച്ച് ദി സ്റ്റാർട്ടിങ് ക്യാൻ ബി ഡിലേഡ്. അപ്പോൾ എന്താ, അവിടെ ടൈം സ്പാൻ 0 ആയാൽ, അല്ലെങ്കിൽ അവിടെ ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റില്ലെങ്കിൽ ടൈം സ്പാൻ 0 ആയിരിക്കും, ഫ്ലോട്ട് 0 ആയിരിക്കും. ഫ്ലോട്ടാണ് എത്ര ചെയ്യിക്കാൻ പറ്റും, ഡിലേ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ടൈമിൻ്റെ വാല്യൂ ആണ് നമുക്ക് ഫ്ലോട്ടെന്നും പറഞ്ഞ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അത് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത വർക്കുകൾ, എന്താ ഡിലേ ചെയ്യാൻ പറ്റാത്ത വർക്കുകൾക്ക് ഫ്ലോട്ട് 0 ആയിരിക്കും. അല്ലെങ്കിൽ ഫ്ലോട്ട് 0 ആകുന്നതിനെ നമുക്ക് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് എന്ന് പറയാം. കാരണം അതിനെ ഇനി നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റില്ല. അതിന് ഡിലേ വന്നാൽ അത് ടോട്ടൽ ഡ്യൂറേഷനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ പ്രോബ്ലത്തിൽ ക്രിട്ടിക്കൽ പാത്ത് ചോദിച്ചാൽ ടോട്ടൽ ഫ്ലോട്ടാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അത് വെച്ചിട്ട് ആ ക്രിട്ടിക്കൽ പാത്ത് എടുക്കണം. അപ്പോൾ അതാണ് ഇനി അടുത്ത ടൈപ്പ് പ്രോബ്ലം നമുക്ക് ചെയ്യാനുള്ളത്.